സഖ്യബൂസിനെ പോലെ നിന്റെ കുടുംബത്തിൽ നീ ഒരു അനുഗ്രഹമാണ്. നിന്നിലൂടെയാണ് നിന്റെ കുടുംബത്തിലേക്ക് കൃപ കടന്നു വരിക. സഭയുടെ വൈദികരുടെ മൃതസംസ്കാര ശുശ്രൂഷ ഒരിക്കൽ ഞാൻ പോയിട്ടുണ്ട് ഒരച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക്. ഇനി മേലിൽ ഞാൻ പോവില്ല. ഒരു ഭീകര പാട്ട് അവിടെ ഞാൻ കേട്ട്. ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നതാ. ഒരു ഗംഭീര പാട്ട്. അത് എവിടെയാണ് എന്ന് ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ദിവസം ഞാൻ കേട്ട്, ദൈവമേ, ഞാൻ കാരണമാണോ നീ പറുദീസാക്കി വേലി കെട്ടിയത്? മരിച്ചു കിടക്കണ അച്ഛൻ കർത്താവിനോട് ചോദിക്കുന്നത് പോലെ ഒരു പാട്ട്. മരിച്ചു കിടക്കണ അച്ഛൻ കർത്താവിനോട് ചോദിക്കുന്നത് പോലെ ആ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുക. അച്ഛന്മാര് വട്ടിട്ട് നിന്ന് അലറി പാടുന്നുണ്ട്, ദൈവമേ, ഞാൻ കാരണമാണോ നീ പറുദീസാക്കി വേലി കെട്ടിയത്? പശ്ചാത്തലം മനസ്സിലായ? ആദമാണ് ചോദിക്കണത്. ആദം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണത്തിനെയും ഒടേതമ്പരാൻ ചവിട്ടിക്കൂട്ടി പുറത്താക്കി. ആദത്തിനെയും ഹവ്വേനെയും പറുദീസായി ഇറക്കി വിട്ട്. എന്നിട്ട് ദൈവം എന്താ ചെയ്തേ? പറുദീസാക്കി ചുറ്റും വേലി കെട്ടി. വലിയൊരു ഗേറ്റ് വെച്ച് ഗേറ്റിന്റെ തുമ്പത്ത് അപ്പുറം ഇപ്പുറം ഓരോ മാലാഖമാരെ കാവല് നിർത്തി. രണ്ടെണ്ണത്തിൻ്റെയും കയ്യിൽ ഓരോ ഗഡ്ഗം, അഗ്നിസമാനമായ ഗഡ്ഗം, അതായത് തീ കൊണ്ടുള്ള വാള് ഓരോന്ന് പിടിപ്പിച്ച്. എന്നിട്ട് ദൈവം മാലാഖമാരോട് പറഞ്ഞ്, പുറത്ത് പോയിട്ട് ഒരൊറ്റ ഒരെണ്ണത്തിന് ഇങ്ങോട്ട് കയറ്റിയേക്കരുത്, പോഞ്ഞ ഉള്ളി പുറത്ത്. മാലാഖമാര് അവിടെ നിൽക്കണ്ട് രണ്ടെണ്ണം. ഒരു ത്രില്ലിൽ ആദം ഇറങ്ങിപ്പോയതാ പറുദീസയെന്ന്. എവിടെയെങ്ങാണ്ടൊക്കെ തെണ്ടി പറക്കി നടന്ന് വൈകുന്നേരമായിപ്പോ വിശന്ന് പൊരിഞ്ഞ് വരണം രണ്ടെണ്ണം. അങ്ങനെ ആദം തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? വേലി കെട്ടിയേക്കണ്, കാവലും നിൽക്കണ് മാലാഖമാര്, അഗ്നിസമാനമായ വാളും പിടിച്ചോണ്ട്. അവിടെ എവിടെയോ ഒളിഞ്ഞു നിന്ന് ഗേറ്റിലേക്ക് നോക്കി ആദം നെടുവീർപ്പിടുക, ദൈവമേ, ഞാൻ കാരണമാണോ നീ പറുദീസാക്കി വേലി കെട്ടിയത്? ഞാൻ കാരണമാണോ നീ പറുദീസാക്കി വേലി കെട്ടിയത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കിടന്നുറങ്ങും മുമ്പ് എല്ലാ മക്കളും ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യം അത്. ഞാൻ കാരണം നീ എൻ്റെ കുടുംബത്തിന് വേലി കെട്ടിയിട്ടുണ്ടാ? ഞാൻ കാരണം എൻ്റെ മക്കൾക്ക് നിന്റെ കൃപകൾ നഷ്ടപ്പെടുന്നുണ്ടാ? ഞാൻ കാരണം എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഇടർച്ചകളും അസ്വസ്ഥതകളും സംഭവിക്കുന്നുണ്ടാ? ഞാൻ കാരണം എൻ്റെ തലമുറകൾക്ക് ദൈവകൃപ അന്യം നിൽക്കുന്നുണ്ടാ? ഓരോ മക്കളും ആത്മശോധന ചെയ്യണം. നീ കുമ്പസാരിക്കേണ്ടതും നീ ബലിയർപ്പിക്കേണ്ടതും നീ നോമ്പ് നോക്കേണ്ടതും നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന നിനക്ക് മാത്രമായി ദൈവം തന്ന കുടുംബത്തെ പ്രതി ദൈവ തിരുമുമ്പിൽ നീ അനുഷ്ഠിക്കേണ്ടതാണ് അവയൊക്കെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ആദ്യ ചിന്ത അതായിരിക്കട്ടെ, യു ആർ എ ബ്ലെസ്സിങ്. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പലതും പറയും. എന്തൊക്കെയാ പറയണ ആൾക്കാർ, ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ എല്ലാവരും പറയും നമ്മളെക്കുറിച്ച് പലതും. ഭാര്യനെ കുറിച്ച് ഭർത്താവ് പറയും, ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയും, മക്കളെ കുറിച്ച് മാതാപിതാക്കൾ പറയും, മാതാപിതാക്കളെ കുറിച്ച് മക്കൾ പറയും, വികാരിയച്ഛനെ കുറിച്ച് ഇടവകക്കാർ പറയും, ഇടവകക്കാരെ കുറിച്ച് വികാരിയച്ഛനും പറയും. പലതും പറയും നമ്മളെക്കുറിച്ച്. പക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് പറയണത് എന്താണ്? അതാണ് പ്രധാനപ്പെട്ടത്. ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാരൊക്കെ പറഞ്ഞ കേട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഈ സൗദിയിൽ ചെന്നതാ കഴിഞ്ഞ 9 കൊല്ലം. ഞാൻ പറഞ്ഞില്ല, ഒരു ചേച്ചി എന്തൊക്കെയാ കെട്ടിയവനെ കുറിച്ച് പറഞ്ഞത്, സഹിക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക്. ആ ചേച്ചി ആ പാവത്തിന് ഞാൻ കയറി ചെന്നപ്പോൾ എന്തോ വാങ്ങാണെന്നും പറഞ്ഞ് ഇറക്കി വിട്ട് വീട്ടിൽ നിന്ന്. എനിക്കറിയാൻ പാടില്ല ഇങ്ങനൊരു താങ്ങ് നമുക്കിട്ട് താങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആ ചേച്ചി പറയാ, പോയത് കണ്ടച്ചാ എന്നാ പറ്റി, ഒരു ഉപകാരമില്ല. അങ്ങനെ പറയരുത് ചേച്ചി. എന്ത് പറയരുതെന്ന് പറയണ വെച്ചാ, ഞാനൊരു BSc നേഴ്സല്ലേ. ഓ, ഇയാൾക്കൊരു പണിയില്ല, ഒരു പഠിപ്പുമില്ല, വെറുതെ ഞാനിങ്ങനെ ചുമക്കാണ്. നെല്ലിച്ചക്കൊട്ട മറിച്ചിട്ട് 4 പിള്ളേര് സോഫയമൊക്കെയാണ് തലകുത്തി മറിയാം. ഞാൻ ചോദിച്ചപ്പോൾ ഈ വിറ്റൊക്കെ എവിടെ നിന്ന് വന്നു? ഇങ്ങനൊരു ഉപകാരമെങ്കിലും ഉണ്ടായില്ല എൻ്റെ ചേച്ചി. അങ്ങനെ ഒരു ഉപകാരം ഇല്ല എന്ന് പറയല്ലേ. അപ്പം നിങ്ങൾ ചിരിച്ച പോലെ ആ ചേച്ചിയും ചിരിച്ച്. അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ അച്ഛാ. അല്ല, ഈ BSc നേഴ്സിംഗ് ഉള്ള ആളെങ്ങനെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവനെ കെട്ടിയത്? ഞാൻ ചോദിച്ചു.
ആ സ്ത്രീ പറയാ, എൻ്റെ അച്ഛ മൂന്നാംകാരൻ ചതിച്ചാണ്, എന്നാലും ചതിക്കൊരു മയില്ലേ ചേച്ചിയെ. കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാം, ചെറുക്കനും പെണ്ണും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ. എല്ലാവരും ഇറങ്ങിപ്പോയച്ചാ. ഞാൻ ഈ ദുഷ്ടൻ്റെ മുമ്പിൽ പെട്ട്. ഈ സൗദിയിലുള്ളൊരു ചേച്ചി പറഞ്ഞാട്ടാ, കുവൈത്തല്ല. ഞാൻ അങ്ങേരുടെ മുമ്പിൽ പെട്ടു വച്ചാ. എന്നിട്ട് അപ്പം എന്നോടൊരു ചോദ്യം. എന്ത് ചോദിച്ചു? എന്തോരം പഠിച്ച്? ഞാൻ പറഞ്ഞ് BSc പഠിച്ചു ചേട്ടാ. അപ്പം അടുത്ത ചോദ്യം, മാത്തമാറ്റിക്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അയ്യോ, മാത്തമാറ്റിക്സ് ഇഷ്ടമായിരുന്നു, 80% മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഓ, 80% മാർക്ക് ഉണ്ടായിരുന്ന? വാ. ഫിസിക്സ് ഇഷ്ടമുള്ള വിഷയമായിരുന്നോ? അടുത്ത ചോദ്യം, ഫിസിക്സ് തിരക്കേടില്ലായിരുന്നു ചേട്ടാ. കെമിസ്ട്രിയിൽ ഹയർ സ്റ്റഡിക്ക് താല്പര്യമുണ്ടോ? എൻ്റെ പൊന്നച്ച, ചോദ്യമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് MBBS കഴിഞ്ഞ് MDക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ആ ഗ്യാപ്പ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പെണ്ണ് കാണാൻ വന്നതായിരിക്കും. കെട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ അച്ഛ അറിയണേ എന്ത് 7ാം ക്ലാസ്സും ഗുസ്തിയാണ്. ബോധമില്ല അച്ഛ. എന്തൊരു നല്ല അഭിപ്രായം എന്നറിയോ ഭർത്താവിനെ കുറിച്ച്. ഭർത്താക്കന്മാരെ താഴ്ത്തി കെട്ടി സംസാരിക്കണ ഇഷ്ടം പോലെ സ്ത്രീകളെ കണ്ടുണ്ട്. ദൈവത്തിനു മുമ്പിൽ വലിയ തെറ്റാട്ട പ്രിയപ്പെട്ടവരെ. കർത്താവ് നമ്മുടെ മേൽ, അങ്ങനെ തന്നെ പറയും, ദൈവം നമ്മുടെ മേൽ നിയോഗിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ദൈവമാണ് അവരെ നിയോഗിച്ചത് എന്നുള്ളതാണ്. അതേക്കുറിച്ച് കൂടുതൽ പറയണില്ല, എനിക്ക് ഇനി ഈ വഴി വരണം, അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാം. ഭർത്താക്കന്മാരെ കുറിച്ച് വളരെ, ഇന്നാളെ എറണാകുളത്തുള്ളൊരു ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛ സന്ധ്യ ആകുമ്പോൾ 4 കാലും കയറി വരും. ചേട്ടനല്ല കേട്ടാ, ചേട്ടൻ കട്ടിലിൻ്റെ താഴെ കിടക്കും, ഞാൻ കട്ടിലിൻ്റെ മുകളിൽ കിടക്കും. ഞാൻ ചോദിച്ചാ എന്താ നിങ്ങൾ അങ്ങനെ? എളിമ കൊണ്ടൊന്നും അല്ല അച്ഛാ, പിന്നെ മുകളിലേക്ക് കയറാനുള്ള ആവതില്ല, അതുകൊണ്ടാണ് താഴെ കിടക്കും. എന്തൊരു കൂർക്ക വലിയ എൻ്റെ അച്ഛാ, 16 കൊല്ലായി ഞാൻ ഉറങ്ങിയിട്ട്. ഇവര് കുടുംബപരമായിട്ട് സംഗീതം പഠിച്ചവരാന്ന് തോന്നണേ. മായാമാളവ ഗൗളിയൊക്കെ പഠനേക്കാം രാത്രി. എന്തൊരു കൂർക്കം വലിയ. പലപ്പോഴും തോന്നിയുണ്ട് ആ തലോണെടുത്ത് മുഖത്ത് വെച്ച് കയറിയിരിക്കാൻ. ദുഷ്ടൻ. ഭർത്താവിനെ കൊണ്ട് മീശയും കറുപ്പിച്ചിരിക്കണ കണ്ടപ്പോ വേറൊരുത്തി മീശയും കറുപ്പിച്ചിരിക്കണ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാന്ന്. കെട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ അച്ഛ അറിയണേ, അത് തിരുവല്ല ഭാഗത്തെങ്ങാണ്ടുള്ളൊരു ചേച്ചി പറഞ്ഞേട്ടോ. വീടിന്റെ ഉമ്മറത്തൊരു പാമ്പിനെ കണ്ട അടുക്കള വശത്ത് കൂടെ ഇറങ്ങി ഓടും. ഞാനാണ് അച്ഛാ വീട്ടിൽ പാമ്പിനെ കൊല്ലണേ. ധൈര്യം. ഭർത്താവിന് ഇഷ്ടമല്ല, ഭർത്താവിനെ കൊള്ളില്ല. ഭാര്യമാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, ഒക്കെ പറയുക. എല്ലാവരും എറണാകുളത്തുള്ള ഒരുത്തം പറഞ്ഞതാ, അത് ദൂര സ്ഥലത്തുനിന്നുള്ള ആരും പറഞ്ഞിട്ടില്ല, ആ ഭാഗത്തുള്ളവരൊക്കെ തന്നെ പറഞ്ഞേക്കണം ഭാര്യമാരെ കുറിച്ച്. എന്തോരം പെണ്ണ് കാണാൻ പോയത് എൻ്റെ അച്ഛ. ഇവള് ചായയൊക്കെ ആയിട്ട് വരണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ജീവിതകാലം മുഴുവൻ ഇങ്ങനെയുള്ള ചായയൊക്കെ കുടിക്കാൻ പറ്റും. ഏലക്കായൊക്കെ ഇട്ടേ സ്പൈസസിന്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു വെച്ചാ. ഏലക്കായൊക്കെ ഇട്ട് നല്ല കുറു എന്നുള്ള ചായ. ഈ ചായ മരണം വരെ കുടിക്കാലോ എന്ന ഒറ്റ ആഗ്രഹത്തിൽ ഇവളെ കെട്ടിയതാണ്. അന്ന് കിട്ടിയതാണ് അച്ഛാ. പിന്നെ ഒരു കാലത്ത് ഇവൾക്ക് പ്രാന്താകുമ്പോൾ ഇവൾ ഉപ്പ് വാരിയിടും ചായയിൽ. അതാണ് ഇവളുടെ സ്വഭാവം. ഭാര്യനെ കുറിച്ച് പറയണത് ഒരു ഭർത്താവ് നിന്നെ കൊള്ളില്ല എന്ന് പറയണം. അച്ഛനറിയാമോ, എവിടെയെങ്കിലും ഒന്ന് പൂവാടി എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളി തൊണ്ട് പൊളിച്ച് ചമ്മന്തി അരിക്കാൻ ഇപ്പോഴും അറിയാൻ പാടില്ല. ഒരു മുട്ട പൊരിക്കണമെങ്കിൽ എന്തോ ഒരു ഉപ്പിടണമെന്ന് ഇപ്പോഴും അവള് പഠിച്ചിട്ടില്ല. അച്ഛനറിയാലോ, വൃത്തിവെടുപ്പ് എന്ന് പറയുന്നത് അരിയത്തോടെ പോയിട്ടില്ല. മുറ്റടിച്ച അവിടെയുള്ളതാണേ കാക്ക മന്തി പോലെയാണ്. എവിടെയെങ്കിലും ഒന്ന് പൂവാടി എന്ന് പറഞ്ഞാൽ ഇവള് മുറി കയറി വാലടിക്കും. 3/4 മണിക്കൂറാണ്. 6.5 മീറ്റർ നീട്ടുള്ളൊരു തുണി കഷ്ണം ഉണ്ട് അവളുടെ കയ്യിൽ. സാരി എന്നാണ് അവൾ അതിനെ വിളിക്കുന്നത്. എൻ്റെ അച്ഛാ മുറി കയറി വട്ടപ്പാലം ചിറ്റി ഇവള് പുറത്തിറങ്ങുമ്പോൾ അച്ഛനറിയാമോ എന്നത് പകുതിയിലധികം പുറത്താണ് അച്ഛാ. വൃത്തിയായിട്ട് ഇവളെയും കൊണ്ടൊരു വഴിക്ക് പോകാൻ പറ്റില്ല. മാറ്റിയെടുക്കാന്ന് വെച്ചാൽ അച്ഛനോട്ട് സമ്മതിക്കൂല. എന്തോരം ഞാൻ ചുമക്കും അച്ഛാ. എറണാകുളത്തുള്ള ഒരുത്തൻ പറഞ്ഞു, കാര്യം അവളെൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഇരിപ്പുണ്ട്. ഒരു സുഹൃത്താണ്.
കാര്യം അവളെൻ്റെ ബിനു, എൻ്റെ ബൈക്കിൻ്റെ, ഇവിടെ ഉള്ള ആരുമില്ല കേട്ടോ, അവൾ എറണാകുളം. കാര്യം അവളെൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഇരിപ്പുണ്ട്. അവളുടെ വലത്തെ കൈ എൻ്റെ വയറിൻ്റെ മോളിക്കോടി ഇട്ട് പിടിച്ചിട്ടുണ്ട്. അത്രയും കേട്ടപ്പോൾ എൻ്റെ പൊന്നു ഷിബു വെച്ചാൽ ഞാൻ പറഞ്ഞു, ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണം എൻ്റെ വിനോ? പുറകിലിരിക്കാനൊരു ഭാര്യ, വയറിൻ്റെ മോളിക്കോട് അവളുടെ കൈ, പിന്നെ എന്ത് വേണം ആനന്ദത്തിന്? അത്രയും പറഞ്ഞപ്പോൾ അവൻ നമുക്കിട്ട് താങ്ങി. അച്ഛനെ കൊതിയാവണ്ട. ഞാൻ പറഞ്ഞു, എനിക്കൊരു കൊതിയില്ല, എനിക്ക് ഒരു കൊതിയില്ല എൻ്റെ പൊന്നു വിനോ, നീയായി നിന്റെ വാടായി. ഞാൻ ചോദിച്ചു, ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇപ്പം എന്താ പ്രശ്നം? എൻ്റെ പൊന്നച്ഛ, ഇവളെവിടേക്കാ നോക്കണേന്ന് നമുക്ക് അറിഞ്ഞൂടല്ല. ഇത് പുറകിലിരിക്കണ ഭാര്യ എവിടേക്കാ നോക്കണേന്ന് അറിഞ്ഞൂടാ. അതാണ് അവൻ്റെ ടെൻഷൻ. വഴിക്കൂടെ പോകുമ്പോൾ സൈഡിൽ നിൽക്കണവരൊക്കെ ചിരിക്കുന്നുണ്ട്, ഇവളെന്തോ കോപ്രായം പുറകിലിരുന്ന് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവൻ എന്നോട് പറഞ്ഞേ. ഒരു പ്രശ്നമാണ്, ആകെ പ്രശ്നം വീട്ടിൽ. അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാ? വിശ്വാസം അതല്ല എല്ലാം, ഞാൻ അങ്ങനെ കൊണ്ടുപോകും. ഭാര്യമാരൊക്കെ എന്തൊരു നല്ല അഭിപ്രായം എന്നറിയാം. ചില ഭാര്യമാരെ കൊണ്ടിട്ട് ചില്ലറ പണിയാണ്. ഒരു ജോസ്, ഞാൻ മറക്കൂല, ഈ തായ്ക്കാട്ടുകാരെ പള്ളിയിലാണ്, എൻ്റെ ഇടവക പള്ളിയിൽ. ഞാൻ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുക. അപ്പോൾ ഗേറ്റ് കടന്നു വരുന്നു. വരവ് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ചെക്കനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ കല്യാണം കെട്ടിച്ചതാ. പക്ഷെ ഭാര്യ ഇല്ല, പിള്ളേരും ഇല്ല. അപ്പം എനിക്കൊരു സംശയം, സങ്കടം വന്നപ്പോൾ തന്നെ ഞാൻ ജോസിനോട് ചോദിച്ചു, ജോസേ എന്ത് പറ്റി? അവളോടെ പോയി, പിള്ളേരോടെ പോയി. ജോസ് എന്നോട്, അച്ഛന് സമയം ഉണ്ടാവുമോ? ഒരു 10 മിനിറ്റ് അച്ഛാ, കുറച്ച് കാര്യം പറയാൻ. അപ്പോഴേ എൻ്റെ ചങ്ക് പടച്ച്. ഇപ്പം കല്യാണം കെട്ടിക്കാൻ പേടി എൻ്റെ പ്രിയപ്പെട്ടവരെ. 2 മാസം കഴിയുമ്പോഴേക്കും വരും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അതിനപ്പോൾ കല്യാണം കെട്ടി വേറെ എന്ത് കൂതാശയും നമ്മൾ എടുക്കും. പക്ഷെ കല്യാണം ഇപ്പോൾ പേടിയാ. മാമോദീസയൊക്കെ സുഖമായിട്ട് ചെയ്യും, ഒരു പ്രശ്നമില്ല. പക്ഷെ കല്യാണം ഇപ്പം റിസ്ക്കാണ്, പ്രത്യേകിച്ച് ഫോട്ടോയ്ക്ക് നിൽക്കാൻ. അതും കൊണ്ടാണ് വരണത്. ഈ അച്ഛനാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ആകെ പ്രശ്നം വെച്ചാൽ, ഇന്നാളൊരു പെണ്ണ് കോടതിയും പറഞ്ഞെന്ന് കേട്ടില്ല അച്ഛൻ? ആ കോടതി പറഞ്ഞൊരുത്തി, എന്നെ കെട്ടിയത് ഇയാളൊന്നുമല്ല, പള്ളിയിൽ അച്ഛനാന്ന്. അതെന്താ മോളെ അങ്ങനെ പറയണെന്ന് വക്കീൽ ചോദിച്ചപ്പോൾ പറയാണ്, താലി എടുത്ത് പുറകിലേക്ക് വെച്ച് എന്നതാ ഞാൻ കണ്ടുള്ളൂ, പുറകിൽ എന്താ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത്. ചില്ലറ പണിയല്ലേ. നമ്മൾ കൈ പുറകിലേക്ക് കൊടുക്കണ്ടേ താലി എടുത്ത്? അവനല്ലേ കെട്ടണേ, അവള് കണ്ടത് എന്നെയാന്ന് പറയാനില്ല. ആകെ പ്രശ്നം എന്നാ പറയണേ. ഇപ്പൊ ജോസിന്റെ വരവ് കണ്ട് ജോസ് എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു 10 മിനിറ്റ് അച്ഛനൊന്ന് ഓഫീസിലേക്ക് കയറിയിരിക്കാമോ? അപ്പോഴേ എൻ്റെ മനസ്സ് ചത്ത് പടഞ്ഞ്, കർത്താവ് എന്തുട്ടണാവോ? ഞാൻ കയറിയിരുന്നപ്പോൾ ജോസ് എന്നോട് പറയാ. ഞാൻ ചോദിച്ചു, ജോസ് എന്താ വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല അച്ഛാ. അച്ഛനെൻ്റെ കല്യാണം ആശീർവദിച്ചത് ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കെട്ടിച്ചത്. കാരണം ആ പെങ്കൊച്ചിൻ്റെ കല്യാണം കുറേ നാൾ നടക്കാതിരിക്കുകയായിരുന്നു. എൻ്റെ ഇടവകക്കാരി പെങ്കൊച്ചായിരുന്നു, ഇവനല്ല. കുറേ നാൾ ഇവളുടെ കല്യാണം അന്ന് തരക്കേടില്ലാത്ത കൊച്ചായിരുന്നു. കാണാൻ ഇത്തിരി നിറം കുറവുള്ളൂ, മുഖ സൗന്ദര്യം ഉണ്ട്. പള്ളിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സാധനമാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാവർക്കും സങ്കടമായിരുന്നു ഇതിൻ്റെ കല്യാണം നടക്കാത്ത. അവസാനം ഈ ജോസ് എന്ന് പറയണവനാണ് കെട്ടിയത്. അപ്പോൾ ജോസ് എന്നോട് ചോദിച്ചു, എൻ്റെ കല്യാണം അച്ഛൻ ആശീർവദിച്ചത് ഓർക്കണുണ്ടോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ജോസ്, എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛനന്ന് പ്രസംഗം പറഞ്ഞത് ഓർക്കണ്ടോ? എൻ്റെ പൊന്ന് ജോസ്, എനിക്ക് അറിഞ്ഞോട്ടോ, ഓർമ്മയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ വായി തോന്നി ഇതൊക്കെ പറയണ ഒരാളല്ലേ, നിനക്കറിയാല്ല. എനിക്ക് ഒരു സാധനം ഓർമ്മയില്ല എൻ്റെ ജോസേ. എൻ്റെ അച്ഛൻ അന്ന് എന്തൊക്കെയാ പറഞ്ഞേ? എന്നെ പറ്റി? എന്നെ അവളെയും കണ്ടിട്ട് അച്ഛന് കാളിദാസൻ്റെ ശാകുന്തളാണ് ഓർമ്മ വന്നത്. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ അച്ഛൻ പറഞ്ഞ്, എന്നെ കണ്ടിട്ട് ദുഷ്യന്തൻ്റെ പോലെ ഇരിക്കണ്, അവളെ കണ്ടിട്ട് ശാകുന്തളയുടെ പോലെ ഇരിക്കണ്, ഞാൻ തേന്മാവാണ്, അവള് മുന്തിരിവള്ളിയാണ്. അത്രയും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ജോസേ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞ സത്യമാണ്. അങ്ങനെ അത്രയ്ക്ക് മാച്ചായിരുന്നു രണ്ടെണ്ണം. നല്ല രസമായിരുന്നു രണ്ടെണ്ണം. രണ്ടുപേരും മുഖ സൗന്ദര്യമുണ്ട്, കാണാൻ ഇത്തിരി നിറം കുറവുണ്ട് രണ്ടെണ്ണത്തിന്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട് എനിക്ക്. ഇവനെ കണ്ടിട്ട് ദുഷ്യന്തൻ്റെ പോലെ ഇരിക്കുന്നു, ഇവള് ശകുന്തളയുടെ പോലെ ഇരിക്കുന്നു. പിന്നെന്തിട്ടാണ്? ഇവൻ തേന്മാവ്, അവൾ മുല്ലവള്ളി തേന്മാവുമ്മ പടർന്നു കയറട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ജോസ് എന്നോട് പറഞ്ഞു, അച്ഛൻ അന്ന് ആശംസിച്ച് വിട്ടതാണ് അച്ഛാ, മുല്ലവള്ളീനെയും തേന്മാവിനെയും പടർന്നു കയറട്ടെ എന്ന് അച്ഛൻ പറഞ്ഞാണ്. ഞാൻ ചോദിച്ചു, എന്തേ ജോസെ പറ്റിയേ? നീ കാര്യം പറ. വേറെ ഒന്നുമില്ല അച്ഛാ, മുല്ലവള്ളി വല്ലാണ്ട് അങ്ങോട്ട് പടർന്നു കയറി. ഞാൻ പറഞ്ഞു, നീ തമാശ പറയില്ല, നിനക്ക് എന്താ പ്രശ്നം എന്തിട്ടാണ്? നീ എന്തിനപ്പോൾ വന്നേ? ഒന്നുമില്ല അച്ഛാ, അച്ഛൻ എങ്ങനെയെങ്കിലും ഈ മുല്ലവള്ളീനെ ഒന്ന് ഇറക്കി തരണം, തേന്മാവും. ഞാൻ പറഞ്ഞു, നല്ലൊരു മോളായിരുന്നല്ലോ അവള്, നിനക്ക് എന്താ പ്രശ്നം? ഇപ്പോൾ അവൾക്ക് എന്താ കുഴപ്പം? എൻ്റെ ജോസ് പറയാ, അച്ഛൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? നീ പറ. അച്ഛൻ വിശ്വസിക്കണം, നീ പറ ജോസേ. എൻ്റെ അച്ഛാ, 3 മാസം കൂടുമ്പോഴാ അവള് കുളിക്കുള്ളൂ.
3 മാസം കൂടുമ്പോഴേ അവള് കുളിക്കുള്ളൂ. ഞാൻ പറഞ്ഞു നോണ പറയരുത്. ഇതാ ഞാൻ നേരത്തെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ വിശ്വസിക്കണമെന്ന്. ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് ഞാൻ അവളുടെ പുറകെ കൂടെ ഓടണം അച്ഛ, ഈ സാധനത്തിനെ ഒന്ന് കുളിപ്പിക്കാൻ. ഇവള് ജന്മണ്ട് ഞാൻ കുളിക്കൂല. 2 നൈറ്റി ഉണ്ട് അവൾക്ക്, 2 നൈറ്റി. ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അവൾ എൻ്റെ പള്ളയ്ക്ക് വന്ന് കിടക്കണത് എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ബോധം പൂവച്ച. ഭീകരമായൊരവസ്ഥയാണ് വീട്ടിൽ. എങ്ങനെയെങ്കിലും അച്ഛന് ഇതിനൊരു, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു നല്ല ഭാര്യ എന്നറിയാമോ? ഓരോ ഭർത്താക്കന്മാരും ഓരോ ഭാര്യമാരും ജീവിത പങ്കാളിനെ കുറിച്ച് പറയണ കേട്ടാ നമ്മൾ ഞെട്ടും. ഞാൻ നിങ്ങളോട് പറയണ എന്താണെന്നറിയോ? നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പലതും പറയും, നമ്മളെ ഒന്നിനും കൊള്ളൂല്ലെന്ന് പറയും. എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും വന്ന്. ഞാനൊരു വികാരി അച്ഛനല്ലേ, ഇടവകയിൽ ഒരു കാർന്നവര് ഒരു പ്രാവശ്യം വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിയമസംഗ്രഹം അച്ഛൻ്റെ കയ്യിലുണ്ടോ? ഞാൻ ചോദിച്ചു എന്തേട്ടാ? ഒരു സംശയം നോക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് എന്തു സംശയം? അല്ല, അച്ഛൻ്റെ കയ്യിലുണ്ടെങ്കിൽ അച്ഛൻ താട്ട്, ഞാൻ നോക്കി ബോധ്യപ്പെട്ടോളാം. അപ്പം അച്ഛൻ കാര്യം പറ, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാലോ. എന്താ പ്രശ്നം? വേറെ ഒന്നുമില്ല അച്ഛാ. എന്തേ? ഒരച്ഛന് ഒരിടവകയിൽ എത്ര നാൾ വരെ ഇരിക്കാം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പുള്ളിയുടെ ബുദ്ധിമുട്ട് മനസ്സിലായി. നമ്മൾ മാറേണ്ട നേരായി എന്ന് പുള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ട് പുള്ളി വരണേ. ഞാൻ 7 കൊല്ലമായി അവിടെ ഇരുന്നിട്ടേ, മാറണ്ടേ. കാരണം ഒരു നിയമസംഗ്രഹം അന്വേഷിച്ച് വന്നേക്കാണ്, എത്ര നാളൊരു അച്ഛനൊരു പള്ളിയിൽ ഇരിക്കാം. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എത്രയും വേഗം മാറിക്കോളാം. അച്ഛന്മാരെ കുറിച്ച് ഇടവകക്കാർ പറയും, ഇന്ന് മാറി തന്നൂടെ, ഇതെന്തിനിങ്ങനെ ഇരിക്കണത്? വികാരിയച്ഛനെ കുറിച്ച് ഇടവകക്കാർ പറയും, ഇടവകക്കാരെ കുറിച്ച് വികാരിയച്ഛൻ പറയും. ഒന്നിനും കൊള്ളൂല. നമ്മുടെ പ്രിയപ്പെട്ടവരും ദൈവം നമുക്ക് തന്നവരും നമ്മളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനുള്ള ദൈവത്തിൻ്റെ അടിക്കുറിപ്പ് അതാണ്. യു ആർ എ ബ്ലെസ്സിങ്. നീ ഒരു അനുഗ്രഹമാണ്. നിന്റെ പ്രാർത്ഥന, നിന്റെ കുമ്പസാരം, ഈ അടുത്ത് വരുന്ന നോമ്പുകാലം, അതുകൂടി മുന്നിൽ കണ്ടിട്ടാ അച്ഛനിപ്പോൾ ഇത് പറയണത്. നീ എന്തിനാ നോമ്പെടുക്കണതെന്നുള്ള കാര്യം നീ അറിയണം. നിന്റെ ആത്മരക്ഷ മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനപരമായ നിയോഗം. നിന്റെ ആത്മരക്ഷ മാത്രമല്ല നീ നോമ്പെടുക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ പുണ്യം. അതിലൂടെ നിന്റെ കുടുംബത്തിലേക്കും നിന്റെ മക്കളിലേക്കും കടന്നു വരുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. നീ ഒരു അനുഗ്രഹമാണ്. നീ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ട നിന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് നീ ഓർമ്മിക്കണം. അങ്ങനെ അവബോധത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നിന്നിലൂടെ സംഭവിക്കേണ്ടത് നിന്നിലൂടെ തന്നെ സംഭവിക്കണം. ആ കാര്യത്തിൽ നീ വീഴ്ച വരുത്തിയാൽ ആ വീഴ്ച നിന്റെ പ്രിയപ്പെട്ടവർക്ക് നഷ്ടപ്പെടുത്തുന്നത് വളരെ വിലപ്പെട്ട ദൈവാനുഗ്രഹങ്ങളാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കുടുംബജീവിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ ജീവിതത്തിൽ, ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ ജീവിതത്തിൽ, മക്കള് മാതാപിതാക്കളുടെ ജീവിതത്തിൽ, മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ നിറവേറ്റേണ്ട ചില അടിസ്ഥാനപരമായ നിയോഗങ്ങളുണ്ട്. വിവാഹം എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ അതിനങ്ങനെ ഒരു ഭംഗിയുള്ള അർത്ഥമുണ്ടെന്ന് അച്ഛൻ കേട്ടിട്ടുണ്ട്. വിവാഹം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിശേഷാൽ വഹിക്കുന്ന പ്രക്രിയയുടെ പേരാണ് എന്നത് വിവാഹം. വിശേഷാൽ വഹിക്കുക എന്ന് എന്താ പറഞ്ഞ എന്താ അർത്ഥം? കൊണ്ടു നടക്കുക, ക്യാരി ഓൺ. വിശേഷാൽ വഹിക്കുക എന്ന് വെച്ചാൽ ഇതൊരു സാധാരണ കൊണ്ടു നടക്കലല്ല, ഒരു വെറൈറ്റി കൊണ്ടു നടക്കലാണ്. ഇതൊരു ഓർഡിനറി ചുമക്കലല്ല, ഇതൊരു പ്രത്യേക തരത്തിലുള്ള ചുമക്കലാണ്. ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്കറിയാലോ പ്രിയപ്പെട്ടവരെ, ചില ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു സുഖമാണ് അല്ലേ? ചില ഭർത്താക്കന്മാരെ കൊണ്ടു നടക്കാൻ ഭയങ്കര എളുപ്പാ. അവിടെ ഇരിക്കേട്ടാ, അവിടെ ഇരിക്കും. ഒന്ന് മാറിയിരിക്കും. ചേട്ടൻ തുറ്റാട്ടെ ഈ കസേര കളിക്കണേ, പുറത്തിറങ്ങി ഇരുന്നോട്. ഞാൻ ഈ അകമ്പേര അടിക്കണ കണ്ടൂടെ, പുറത്തു പോയിരിക്കും. ചില ഭർത്താക്കന്മാർ എന്തൊരു സുഖ. ചില ഭർത്താക്കന്മാർ ചേട്ടാ അത് മേടിക്കാലോ അല്ലേ? ഞാൻ നാളെ TV പറഞ്ഞു, കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ ഭർത്താക്കന്മാർ പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് വാങ്ങിക്കാലോ.
എന്ത് പറഞ്ഞാലും പറഞ്ഞോളാം എൻ്റെ ചേട്ടന്മാര്. വാങ്ങിക്കാലോ ചേട്ടാ, അത് പേടിക്കാലോ, മറ്റേതാ പേടിക്കാലോ. അപ്പൊ ഇന്നാള് പറഞ്ഞതാ വാങ്ങിക്കാലോ. വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പറയുമ്പോ വാങ്ങിക്കാലോ എന്ന് പറയണം. എന്തോരം സമാധാനം ഉണ്ടാവും അറിയോ ജീവിതത്തിൽ. ചില ഭർത്താക്കന്മാരെ കൊണ്ടു നടക്കാൻ വളരെ എളുപ്പ, ഒരു ശല്യത്തിനും ഇല്ല. ചില കെട്ടിയവന്മാര് ക്ലീനാണ്. ചില ഭാര്യമാരുടെ കൂടെ ജീവിക്കാൻ എന്തൊരു സുഖമാണ്. ഇവിടെ പ്രൈസ് ദി ലോർഡ്, അവിടെ പോയിരിക്കടി, ഹല്ലേലൂയ. ഒരു ശല്യത്തിനില്ല. എന്താടി നിന്റെ മുഖം വീർത്തിരിക്കണത്? യേശുവേ സ്തോത്രം. ഇടിക്കാൻ പിടിച്ചാൽ കുനിഞ്ഞു നിന്ന് തരും. ഇടി കഴിയുമ്പോൾ എന്തെങ്കിലും വിക്സോ മുറിവെണ്ണയോ എന്തെങ്കിലും പരട്ടിത്തരും. ചേട്ടൻ്റെ കൈ വേനെടുക്കണ്ട. ചില കെട്ടിയോളന്മാരെ കൊണ്ടടക്കാൻ എന്തൊരു സുഖ. അതേസമയം വേറെ ചിലേറ്റങ്ങളുടെ കൂടെ ജീവിക്കൽ എളുപ്പമാണ്, ഭയങ്കര പാടാണ്. ചില ഭാര്യമാർ നേരത്തെ പറഞ്ഞില്ലേ 3 മാസം കൂടുമ്പോഴ കുളിക്കണമെന്ന് പറഞ്ഞ്, എളുപ്പമാണ്. ചിലേറ്റങ്ങളുടെയൊക്കെ വായ പുറത്തേക്ക് ഇട്ടാൽ മുറ്റടിക്കാം നാക്ക്. ചിലേറ്റങ്ങളുടെയൊക്കെ ഭീകരമായ അവസ്ഥയുള്ള പുരുഷന്മാർ എനിക്കറിയാം. കെട്ടിയന്മാരെ ഭർത്താക്കന്മാരെ കൊണ്ടൊക്കെ കാലയിൽ തൊട്ട് മാപ്പ് പറയിക്കണവർ നമ്മുടെ ഓഫീസിൽ വന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉരുപ്പിടികൾ. എല്ലാ ടൈപ്പും വരും. ചില ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കൽ ചില്ലറ പണിയാണ്. മുട്ടിൽ സൂര്യൻ ഉദിച്ചാലും എഴുന്നേക്കില്ല. 4 ദിവസം പണിക്ക് പോയ 3 ദിവസം പോവില്ല അല്ലേ. ഒരു കാലത്തും പ്രാർത്ഥനയ്ക്ക് കുരിശ് വരയ്ക്ക് കൂടെ കൂടില്ല. മക്കളുടെ കാര്യം ലെവലേശം ശ്രദ്ധിക്കില്ല. 100 രൂപ കിട്ടിയ 200 രൂപയ്ക്ക് സ്മോൾ അടിക്കും. ഞാൻ എവിടെയാണ്, കാലിഫോർണിയയിൽ എന്നപ്പോഴാണ് ഒരു ചേച്ചി പറയാ, എൻ്റെ അച്ഛ ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ വണ്ടി കയറി, എവിടെയാണ് സ്ഥലം, ലെസ് വാഗസ് സിൻ സിറ്റി. ഇയാൾ പോവും എല്ലാ ശനിയാഴ്ചയും. അവിടെ പോയി ചൂത് കളിയും വെള്ളടിയും, ഇതാണ് പരിപാടി. വൈകുന്നേരം തിങ്കളാഴ്ച കാലത്ത് വരും. ഒരു ഭർത്താവിനെ കുറിച്ച് പറയാം. ചില ഭർത്താക്കന്മാരെ കൊണ്ടു നടക്കാൻ അത്ര എളുപ്പമല്ല. ചില ഭാര്യമാരുടെ കൂടെ ജീവിക്കൽ അത്ര എളുപ്പമല്ല. അതിൻ്റെ പേരാ പ്രിയപ്പെട്ടവരെ വിശേഷാൽ വഹിക്കുക, കൊണ്ടടക്കണം. നിനക്ക് ദൈവം തന്ന പ്രിയപ്പെട്ടവരെ അവരുടെ എല്ലാ പോരായ്മകളോടും കൂടെ നീ കൊണ്ടു നടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ തിരുമനസ് നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുക, പൂർത്തിയാവുക. കഴിഞ്ഞ ദിവസം അച്ഛൻ നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നണേ, ഔസേപ്പ് പുണ്യാളനെ കണ്ടുപിടിക്കണം. വിശുദ്ധ ഔസേപ്പ് ജോസഫ്, മറിയത്തിന്റെ ഭർത്താവ്. എങ്ങനെയാ അയാള് മറിയത്തിനെ കൊണ്ടുനടന്നത്? വല്ലപ്പോഴും ചിന്തിച്ച് നോക്കണത് നല്ലതാ. തൊട്ടേനും പിടിച്ചതിനും ഡൈവേഴ്സ് പറഞ്ഞു നടക്കണവര്. എങ്ങനെയാ ഔസേപ്പ് മറിയത്തിനെ കൊണ്ടു നടന്നത്? എങ്ങനെയാണ് സഖറിയ എലിശാമേനെ കൊണ്ട് നടന്നത്? എങ്ങനെയാണ് അബ്രാഹാം സാറേനെ കൊണ്ട് നടന്നത്? സത്യവേദ പുസ്തകം നമ്മുടെ മുമ്പിൽ വെക്കുന്ന സുന്ദരമായ കുടുംബങ്ങളിലെല്ലാം നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവാത്ത മാനുഷികമായ ഭൗതികമായ ഒട്ടേറെ കുറവുകളും പോരായ്മകളും ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ ദൈവം കൊടുത്ത പ്രിയപ്പെട്ടവരെ പൊന്നുപോലെ കൊണ്ടു നടന്നു. ആദത്തിനോട് ദൈവം അങ്ങനെയല്ലേ പറഞ്ഞേ, നിനക്ക് തക്ക ഒരെണയെ ഞാൻ തരും. ഇവിടെ ഇരിക്കുന്ന പലരും കല്യാണം കഴിച്ചപ്പോൾ വിചാരിച്ചില്ല ഈ തക്ക എണാന്ന് കർത്താവ് ഉദ്ദേശിച്ചത് ഇപ്പൊ കൈവശമുള്ള സാധനമാണ്. അതാണ് തമ്പുരാൻ പറഞ്ഞ തക്ക എണ. എന്തിനു വേണ്ടിയാണോ നീ ആഗ്രഹിച്ചത് അതിന് ഘടകവിരുദ്ധമായ ഒരു വ്യക്തിത്വത്തെ ആയിരിക്കും ദൈവം നിനക്ക് സമ്മാനിച്ചത്. എങ്ങനെയുള്ളൊരു ദാമ്പത്യമാണോ നീ പ്രതീക്ഷിച്ചത് അതിന് വിരുദ്ധമായ ഒരവസ്ഥയിലായിരിക്കും നീ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓർക്കണം, നിന്റെ ദൈവം നിന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നല്ല ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നിന്റെ ജീവിതത്തിലൂടെ അവരുടെ ജീവിതം വീണ്ടെടുക്കപ്പെടുമെന്ന്, നിങ്ങൾ ഇരുവരും ചേർന്ന് സ്വർഗത്തിലെത്തുമെന്ന്. കുടുംബജീവിതം നയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്. കർത്താവ് തന്ന പ്രിയപ്പെട്ടവരെ അവരുടെ സകല പോരായ്മകളോടും കൂടെ കൊണ്ട് നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവ തിരുമുമ്പിൽ വിലയുള്ളതാവണത്. നീ എന്തോരം പണിയെടുത്തു, നീ എന്തോരം പണം ഉണ്ടാക്കി, നീ എത്ര വലിയ വീട് വെച്ചു, ഇതൊന്നും അല്ല ദൈവസന്നിധിയിൽ ചോദിക്കാൻ പോണ ചോദ്യം. നിനക്ക് ഞാൻ തന്ന, നിന്നെ ഞാൻ ഭരമേൽപ്പിച്ച നിന്റെ പ്രിയപ്പെട്ടവരെ നീ എങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്.
കുടുംബജീവിതക്കാർക്ക് ഗ്രൂപ്പ് വിസ എന്നാ പറഞ്ഞിട്ടാണ്. ഗ്രൂപ്പ് വിസ കുടുംബജീവിതക്കാർക്ക്. ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഗൾഫിലെ പോലെ തന്നെയാ, ഫോറിന് പോണ തന്നെയാ. ഒറ്റയ്ക്കും തെറ്റയ്ക്കൊന്നും ചെന്ന സ്വർഗത്തിൽ കയറ്റില്ല എന്നാ പറയണേ. എല്ലാവരും ഒരുമിച്ച് ചെല്ലണമെന്നാ കേട്ടേക്കണേ ഞാൻ. ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്കും തെറ്റിച്ചൊക്കെ ചെന്നാലേ ആദ്യം ഭാര്യ ചെല്ലും, കർത്താവ് ചോദിക്കും എന്താടി നേരത്തെ പോന്നേ? അപ്പൊ നീ പറയും ഒരു നെഞ്ചോനോ എന്താണ് കർത്താവേ നമ്മളും ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ കർത്താവ് ചോദിക്കും അപ്പൊ അവനെവിടെയാണ്? പിന്നാലെ വന്നുണ്ട്. അപ്പൊ ഈശോ പറയും അപ്പുറത്തുള്ള കസേരമേ ഇരിക്കട്ട, പുള്ളിയും കൂടി വന്നിട്ട് ഒരുമിച്ച് കയറാം. അങ്ങനെയാന്നാ പറയണേ. കുടുംബജീവിതക്കാർക്ക് ഗ്രൂപ്പ് വിസയാണ് അത്രേ. പള്ളിയിലെ വികാരിയച്ഛനും ഗ്രൂപ്പ് വിസയാന്നാ കേട്ടേക്കണേ. എല്ലാത്തിനെയും കൊണ്ട് ചെന്നാലേ ഷിബുവച്ചനെ കയറ്റുള്ളൂ. അടുത്ത കാലത്തൊന്നും അങ്ങ് കയറാൻ സാധ്യതയില്ല. കുടുംബമാണ്, ഇടവക കുടുംബം അല്ലേ, ഒരുമിച്ച് ചെല്ലണമെന്നാ പറയണേ. നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മൾ കൊണ്ട് നടക്കണം. പോരായ്മകളും കുറവുകളും, ഒരു ചെറിയ കുറ്റം കാണുമ്പോൾ, ഒരു ചെറിയ പോരായ്മ കാണുമ്പോൾ അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. സ്ഥിരം കേൾക്കണ ഒരു ഡയലോഗാ വീട്ടിൽ. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. അന്നേ പറഞ്ഞതല്ലേ നിന്നോട്, അന്ന് പറഞ്ഞതല്ലേ തന്നോട്. എല്ലാ നേരത്തും കുടുംബത്തെ ഡയലോഗാണ്. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. കേട്ടില്ലേ നിങ്ങൾ ആ വാക്ക്? പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടാവും. സ്ഥിരം കേൾക്കുന്ന ഡയലോഗാണ്. അങ്ങനെ തന്നെ വേണം. ഒരു പോരായ്മ, ഒരു കുറവ് പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനുള്ള മനസ്സ് പലപ്പോഴും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിലനിൽക്കണില്ല. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ആവശ്യമാണത്. എത്ര വട്ടം പറഞ്ഞ് കടമെടുത്ത് പെര പണിയരുത്, കടമെടുത്ത് വണ്ടി വാങ്ങരുത്. അവസാനം കയറി മുടിഞ്ഞപ്പോൾ സമാധാനമായില്ലേ? കടത്തിണ്ണമ്മ കടന്ന് നിരങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് ഓർത്തോ? അത് തന്നെ, അങ്ങനെ തന്നെ വേണം. പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ അപ്പ പറയാമ്മ അങ്ങനെ തന്നെ വേണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത്, ഒരു അനർത്ഥം പറ്റി ആ വാക്ക് പറയരുത് ട്ടാ. അങ്ങനെ തന്നെ വേണമെന്ന് ഇനി മേലിൽ പറയരുത്. കാരണം കർത്താവ് നമ്മോട് എപ്പോഴും മറ്റേ വാക്കാ പറയണേ. ഏത്? അങ്ങനെ തന്നെ വേണ്ടട്ടാ, അങ്ങനെ തന്നെ വേണ്ടട്ടാ, അങ്ങനെ തന്നെ വേണ്ടിട്ട. നമുക്ക് ഓരോ അബദ്ധങ്ങൾ പറ്റുമ്പോഴും ദൈവം നമ്മളോട് പറയും അങ്ങനെ തന്നെ വേണ്ട, അങ്ങനെ തന്നെ വേണ്ട, അങ്ങനെ തന്നെ വേണ്ട. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ പറയും അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറയുക, അല്പം കരുണ, അല്പം സ്നേഹമൊക്കെ നമ്മുടെ ഉള്ളിൽ വേണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ അവരുടെ പോരായ്മകളിൽ നമ്മൾ കൊണ്ടു നടക്കുമ്പോഴാണ് ദൈവഹിതം നമ്മൾ നിറവേറ്റണത്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നൊരു പ്രയോഗമില്ലേ? അല്ല പറയാറില്ലേ? പുകഞ്ഞ കൊള്ളി പുറത്ത്. എന്താ അങ്ങനെ പറയാൻ കാരണം? പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീട്ടിൽ രണ്ടടുപ്പുണ്ടേ. ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ടത്തെ കാര്യമാണ്. രണ്ടടുപ്പുണ്ട്. ഒരടുപ്പിൽ അമ്മ കഞ്ഞി വയ്ക്കും കാലത്ത് തന്നെ. കാലത്ത് വരുമ്പോൾ തന്നെ അമ്മ ചെയ്യണ ഒരു സുഹൃത പണിയാണ്. എന്താണ്? അടുപ്പിൽ തലേ ദിവസം കത്തിച്ച അതിൻ്റെ ചാരം അല്ലേ, എല്ലാ ചാരവും വാരി മറ്റേ അടുപ്പിൻ്റെ ഉള്ളിൽ നിറയ്ക്കും അമ്മ. അതാണ് അമ്മയുടെ ഒരു ശീലം. എന്നിട്ട് അമ്മ ഈ അടുപ്പിനകത്ത് വിറകൊക്കെ വെച്ച് തീയൊക്കെ കൊടുത്ത് കലം മുകളിൽ വെച്ച് അല്ലേ, അരി വയ്ക്കാനുള്ള വെള്ളം അടുപ്പിൻ്റെ മുകളിൽ വെച്ച് അമ്മ മുറ്റടിക്കാൻ പോകും. അങ്ങനെ അമ്മയുടെ ഒരു ശീലം. മുറ്റടിച്ച് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഒരു കൊള്ളി ഇരുന്ന് പുകയാണ്. അടക്കളം നിറച്ച് പുക. അമ്മയ്ക്ക് അരിശം വരാണ്ടിരിക്കൂ. അമ്മ എന്താ ചെയ്യുക? അമ്മ ആ അടുപ്പിൻ്റെ ഉള്ളിൽ പുകഞ്ഞോണ്ടിരിക്കണ കൊള്ളി ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കും അല്ലേ. ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് തൊട്ടപ്പുറത്തെ അടുപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരൊറ്റ കുത്താണ്, രണ്ട് തിരിയും. ആമേൻ ഈശോ, പരിപാടി ഇരുന്നു. ആ കൊള്ളി കെട്ടുപോയി. അങ്ങനെയല്ലേ പരിപാടി? ആ കൊള്ളി ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് അപ്പുറത്തെ അടുപ്പിലേക്ക് ഒരൊറ്റ കുത്തും, രണ്ട് തിരിയും. അതിൻ്റെ പരിപാടി ഇരുന്നു. എന്നിട്ട് അമ്മ രണ്ട് ഊതും കൂടി ഊതി ബാക്കിയുള്ള കൊള്ളികളൊക്കെ അങ്ങോട്ട് കത്തിച്ച് അരി അടപ്പത്തിടും. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ് പറയുക. ഈശോ പറയണത് അങ്ങനെയല്ല, പുകഞ്ഞ കൊള്ളി അകത്ത്. അതാണ് കർത്താവിൻ്റെ തിയറി. പുകഞ്ഞ കൊള്ളി അകത്ത്. കർത്താവ് പറയണ എന്താ? അടുപ്പിലിരുന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കൊള്ളി അതെന്ത് വേണം? കത്തിക്കൊണ്ടിരിക്കുന്ന ബാക്കി കൊള്ളികളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഈ കത്ത് പിടിക്കാത്ത കൊള്ളി എടുത്ത് അതിൻ്റെ നടുവിലേക്ക് പതുക്കെ കയറ്റി വെച്ച് ചങ്കില് സ്നേഹം അങ്ങ് നിറച്ച് മര്യാദയ്ക്ക് അങ്ങോട്ട് ഊതി കൊടുത്താ അതും കൂടി അങ്ങോട്ട് തീ പിടിക്കും. അതാണ് ദൈവത്തിൻ്റെ തിയറി. പുകഞ്ഞ കൊള്ളി അകത്ത്, പുകഞ്ഞ കൊള്ളി ഒരിക്കലും പുറത്തല്ല. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പോരായ്മകൾ, അവരുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് ദൈവം നിന്റെ ജീവിതത്തിൽ കരുതി വെച്ചിട്ടുള്ള നന്മകൾ പകർന്നു കൊടുക്കുമ്പോഴാണ് നിന്റെ ദാമ്പത്യം, നിന്റെ കുടുംബജീവിതം മനോഹരാവണത്.
നിന്റെ പ്രിയപ്പെട്ടവർക്ക് കുറവുകളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ എവിടെയോ വായിച്ചൊരു കഥയാ, 2-3 സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞു. എന്തെന്നോ, ഒരപ്പച്ചൻ ഒരു ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ പോയി. അത്രേ, ഒരപ്പച്ചൻ മരുന്ന് വാങ്ങാൻ പോയി. കുറേ നേരം ഡോക്ടറുടെ അടുത്ത് ടോക്കൺ എടുത്ത് ഈ കാർന്നോര് ഡോക്ടറെ കാണാൻ കാത്തിരുന്നു. ഒരു 10:30 മണിക്ക് ചെന്നതാ, 11:30 12:30 വരെ ആയിട്ടും ഡോക്ടറെ കാണാൻ പറ്റണില്ല. 12:30 ആയപ്പോഴേക്കും അപ്പച്ചൻ ഭയങ്കരമായിട്ട് നെർവസ് ആവാൻ തുടങ്ങി. അപ്പച്ചൻ എഴുന്നേറ്റ് ഡോക്ടറുടെ വാതിക്ക നിൽക്കണ നേഴ്സും കൊച്ചിന്റെ അടുത്ത് നിന്ന് നേഴ്സും കൊച്ചിനോട് അപ്പച്ചൻ പറഞ്ഞു, മോളെ എങ്ങനെയെങ്കിലും അപ്പച്ചനെ ഒന്ന് ഡോക്ടറെ കാണിച്ചു വിടണം. കാരണം അപ്പച്ചൻ്റെ വീട്ടിൽ ചെന്നിട്ട് വളരെ അത്യാവശ്യമുണ്ട്, അല്പം പോലും സമയം കളയാനില്ല. നേഴ്സ് കൊച്ചകന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാല, നേഴ്സുമാരുണ്ടല്ലോ ഇവിടെ. നമ്മളെന്തെങ്കിലും സഹായമൊക്കെ ചോദിച്ചാൽ എന്നാൽ അവർ MBBS ആവും, ആകെ പ്രശ്നമാണ്. എന്തായാലും നേഴ്സും കൊച്ചു അപ്പച്ചനോട് പറഞ്ഞു, ടോക്കൺ എടുത്തിണ്ടാ? നമ്പർ അനുസരിച്ച് വിളിക്കും, അവിടെ പോയി ഇരിക്കി, അടങ്ങി 10 മിനിറ്റ് കഴിയട്ടെ. അപ്പച്ചൻ ഇരുന്നിട്ട് ഇരിക്കുക പൊറുതിയില്ല. പിന്നെയും 10 മിനിറ്റ് കഴിഞ്ഞിട്ടും കാര്യം നടക്കണ ലക്ഷണമില്ല. കാരണവര് പിന്നെയും ബഹളം തുടങ്ങി. ഒച്ചപ്പാട് കേട്ടപ്പോ സാക്ഷാൽ ഡോക്ടർ പുറത്തേക്ക് വന്നു. എന്താ അപ്പച്ച പ്രശ്നം? അപ്പച്ചൻ പറഞ്ഞു, പൊന്നു ഡോക്ടറെ, 12:30 ആവുമ്പോൾ വീട്ടിൽ ചെല്ലേണ്ടതാണ്. ഇപ്പൊ പണി 12:45 ആവാനാ പോണത്. ഇനിയും വൈകിയ ഭയങ്കര പ്രശ്നമാ. ഡോക്ടർ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വീട്ടിൽ പറഞ്ഞു വിടണം. ഈ കാർന്നോരുടെ വെപ്രാളം കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു, അപ്പച്ചൻ ഇങ്ങോട്ട് വാ. മുറി കയറ്റി. വയസ്സ് ചോദിച്ചു, 70 വയസ്സ്. പേര് ചോദിച്ചു, എന്താ അസുഖം? പനി, തലവേദന, നീരുവീഴ്ച, അത്രയൊക്കെയുള്ളൂ. മരുന്ന് കുറിച്ച് കൈ കൊടുത്തു. അപ്പച്ചൻ സ്ലിപ്പുമായിട്ട് എഴുന്നേൽക്കുമ്പോ ഡോക്ടർ അപ്പച്ചനോട് ചോദിച്ചു, അല്ല അപ്പച്ചാ, വീട്ടിൽ പോയിട്ട് ഏതാണ്ട് ഭയങ്കര അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞില്ല? എന്താ പ്രശ്നം? ഇതിന് മാത്രം എന്നതാ വീട്ടിൽ പോയിട്ട് അത്യാവശ്യം? വേറെ ഒന്നുമല്ല ഡോക്ടറെ, ഭാര്യ വീട്ടിലുണ്ട്. അതിനെന്താ കുഴപ്പം? ഞാൻ ചെന്നില്ലെങ്കിൽ അവള് ചോറുണ്ണൂല്ല. ഡോക്ടറെ. ഡോക്ടർക്ക് ഭ്രാന്തായി. ഡോക്ടർ പറഞ്ഞു, ഇതാണ് ഇത്ര അത്യാവശ്യം? നിങ്ങളെപ്പോലെയുള്ള കെട്ടിയോന്മാരാണ് കെട്ടിയോളുമാരെ ചീത്തയാക്കണത്. അപ്പച്ചന് വയസ്സ് 70, എന്തായാലും അമ്മച്ചിക്ക് 65. ഈ പ്രായത്തിലൊക്കെ ചോറുണ്ണാൻ കൂട്ട് വേണം, വിളമ്പി കൊടുക്കണം, വാരി കൊടുക്കണം എന്നൊക്കെ പറയണത് എവിടത്തെ മര്യാദ എൻ്റെ അപ്പച്ച? ഇതൊന്നും അത്ര ശരിയല്ലട്ടാ, ഇങ്ങനെയൊന്നും ചെയ്യരുത്. കുറച്ചൊക്കെ മറ്റുള്ളവരെ വളരാൻ അനുവദിക്കണം. ഇതൊക്കെ പറഞ്ഞ് ഡോക്ടർ കുറെ ഉപദേശിച്ച്. അപ്പച്ചൻ പറഞ്ഞു, അങ്ങനെയല്ല ഡോക്ടറെ, അവൾക്ക് കുറച്ച് ഓർമ്മ പെശകുണ്ട്. അവൾക്ക് സമയം അത്രയും അങ്ങോട്ട് നിശ്ചയില്ല, വിശപ്പ് വരണതൊന്നും അറിയാനുള്ള കഴിവില്ല. ഡോക്ടർ ചോദിച്ചു, ഇതെന്ത് ഭ്രാന്താണ് ഈ പറയണത്? സമയം അറിയില്ല, ഇത്രയും പ്രായമായിട്ട് സമയം അറിയില്ല, വിശപ്പറിയാൻ പാടില്ല, ഇതൊക്കെ എന്ത് സ്വഭാവമാണ് എൻ്റെ അപ്പച്ചൻ? അപ്പച്ചൻ ചീത്തയാക്കിയതാണ് അപ്പച്ചൻ്റെ ഭാര്യനെ. ഡോക്ടറോട് അപ്പച്ചൻ പറഞ്ഞു, അങ്ങനെയല്ല ഡോക്ടറെ, ഡോക്ടർ പഠിച്ചേക്കണതല്ലേ, ഡോക്ടർ കേട്ടിട്ടുണ്ടാവും, അൾഷൈമേഴ്സ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അതെനിക്കറിയാം, എൻ്റെ ഭാര്യയ്ക്ക് ആ അസുഖാണ്. അവൾക്ക് ഭയങ്കര ഓർമ്മ പെശക. അവൾക്ക് സമയം എത്രയായി എന്നറിയാൻ പാടില്ല, അവൾക്ക് വിശപ്പുണ്ടോ ഇല്ലയോ എന്നറിയാൻ പാടില്ല, അങ്ങനെ ഒന്നും അവൾക്ക് അറിയാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബുദ്ധിമാനായ ഡോക്ടർ അപ്പച്ചൻ്റെ ആദ്യ പിടിക്കൽ കണ്ട് അപ്പച്ചനോട് ചോദിച്ചു, അല്ല അപ്പച്ച, സമയം അറിയില്ല എന്നല്ലേ പറഞ്ഞത്? അതെ. വിശപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല എന്നല്ലേ പറഞ്ഞത്? അതെ. പിന്നെ 10 മിനിറ്റ് വൈകി ചെന്ന എന്താ കുഴപ്പം? 10 മിനിറ്റ് വൈകി ചെന്നപ്പോ എന്താ കുഴപ്പം? കെട്ടിയോൾക്ക് സമയം അറിയില്ലല്ല, വിശപ്പറിയില്ലല്ല. 10 മിനിറ്റ് വൈകി ചെന്ന അപ്പച്ചൻ എന്താ അമ്മച്ചിക്ക് കുഴപ്പം? ഒരു പ്രശ്നമില്ലല്ലോ എൻ്റെ അപ്പച്ച, എന്തിനിങ്ങനെ ബഹളം വെക്കണേ? ബുദ്ധിമാനായ ഡോക്ടർ ചോദിച്ചു. അതിനേക്കാളും ബുദ്ധിയുള്ള തന്ത തിരിച്ചു ചോദിച്ചു, ഡോക്ടറെ, അവൾക്കല്ലേ ഓർമ്മക്കുറവുള്ളൂ, നമുക്കുണ്ടില്ല. നമുക്ക് ഓർമ്മയുണ്ടില്ല ഡോക്ടറെ, അവൾക്കല്ലേ ഓർമ്മക്കുറവുള്ളു, ചെന്നില്ലെങ്കിൽ ശരിയാവില്ല. ഡോക്ടർക്ക് അറിയാമോ, ഞാനാ കുളിപ്പിക്കണേ, ഞാനാണ് ടോയ്ലറ്റിൽ കൊണ്ടുപോണത്, ഞാനാണ് മുടി പിന്നി കൊടുക്കണത്, ഞാനാ പല്ല് തേപ്പിക്കണത്, ഞാനാ ചോറ് വാരി കൊടുക്കണത്, ഞാനാ വസ്ത്രം ധരിപ്പിക്കണത്, ഞാനാണ് ഡോക്ടറെ എൻ്റെ പെണ്ണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണത്. ഡോക്ടറുടെ കണ്ണുകളിപ്പോയി. ഡോക്ടറെ ചോദിച്ച്, എത്ര നാളായി അസുഖം തുടങ്ങിയിട്ട്? 8 കൊല്ലായി ഡോക്ടറെ, എൻ്റെ ഭാര്യനെ ഞാൻ നോക്കണം. അപ്പച്ചൻ പറഞ്ഞു,
ഡോക്ടർ പറഞ്ഞു സമ്മതിക്കണം അപ്പച്ച, ദൈവം അനുഗ്രഹിക്കട്ടെ, അപ്പച്ചൻ പൊക്കോ, സമ്മതിക്കണം, കർത്താവ് സഹായിക്കട്ടെ ഇതൊക്കെ ചെയ്യാനായിട്ട്, അപ്പച്ചൻ പോയിക്കോ. കാരണം ഒരു വലിയ വായിൽ നന്ദി പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ തിരിച്ചു വന്നു. പിന്നെ ഓടി വന്നു അപ്പച്ചൻ. തിരിച്ചു വന്ന് മുറി കയറിയപ്പോൾ ഡോക്ടർക്ക് ടെൻഷനായി, ഇനി എന്തിട്ടാണാവോ പറയാൻ പോണത്. ഡോക്ടർ ചോദിച്ചു എന്താ പറ്റി അപ്പച്ചാ? അപ്പച്ചൻ പറഞ്ഞു ഡോക്ടറെ, ഒരു കൊച്ചു സങ്കടം എൻ്റെ ജീവിതത്തിലുണ്ട്, അതും കൂടി ഡോക്ടറോടൊന്ന് പറഞ്ഞിട്ട് പോവാം എന്ന് കരുതി. ഇത്രയൊക്കെ ഡോക്ടറോട് ഞാൻ പറഞ്ഞല്ലേ, എന്നാ പറ്റി, എന്താ സങ്കടം? ഡോക്ടറോട് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറെ, എൻ്റെ ഭാര്യേനെ എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്തു കൊടുക്കണേന്ന്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം കിടക്കണത് വരെ അവളുടെ ജീവിതത്തിൽ ആവശ്യമായതൊക്കെ, പല്ല് തേപ്പിക്കല്, ടോയ്ലറ്റിൽ കൊണ്ടുപോവല്, തുണി മാറല്, കുളിപ്പിക്കല്, മുടി പിന്നിക്കൊടക്കല്, സകലമാന സംഗതികളും ഞാനാണ് ഡോക്ടറെ ചെയ്യണേ 8 കൊല്ലായിട്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഡോക്ടറെ എനിക്കൊരു ഭയങ്കര സങ്കടമുണ്ട്. എന്നാ പറ്റി അപ്പച്ചാ? വേറെ ഒന്നുമല്ല ഡോക്ടറെ, ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ആരാന്ന് അവൾക്ക് അറിഞ്ഞൂടാ. കാരണവര് പറഞ്ഞു ഞാൻ ആരാന്ന് അവൾക്ക് അറിഞ്ഞൂടാ, ഞാനൊരു പുരുഷനാണെന്ന് അവൾക്ക് അറിഞ്ഞൂടാ, ഞാൻ അവളുടെ ഭർത്താവാണെന്ന് അവൾക്ക് അറിഞ്ഞൂടാ, ഞാൻ അവളുടെ മക്കളുടെ അപ്പനാണെന്നും അവൾക്ക് അറിഞ്ഞൂടാ. അതോർക്കുമ്പോ എനിക്കൊരു ഭയങ്കര സങ്കട. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനെയാണ് വിശേഷാൽ വഹിക്കുക എന്ന് പറയണത്. നമ്മുടെ ജീവിത പങ്കാളിക്ക് 100 കുറവുകൾ ഉണ്ടാവും, വല്ലാത്ത ഓർമ്മക്കുറവുണ്ടാവുന്നേ. ചില നേരത്ത് അവരുടെ വാക്കുകള്, പ്രവൃത്തികള്, അവരുടെ രീതികള് നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അറിവില്ലായ്മ കൊണ്ടും ബോധമില്ലായ്മ കൊണ്ടുമാണ് സംഭവിക്കണമെന്ന് ചിന്തിക്കണം. നിന്റെ ദൈവം എല്ലാ കുറവുകളോടും കൂടെ നിന്നെ ഭരമേൽപ്പിച്ച പ്രിയപ്പെട്ടവരെയും കൊണ്ട് സ്വർഗത്തിൽ പോവാനുള്ള വഴി ദൈവ തിരുമുമ്പിൽ ഇരുന്ന് നീ ആലോചിച്ച് കണ്ടെത്തണം. ഇതാണ് ദാമ്പത്യം, ഇതാണ് വിവാഹ ജീവിതം. നീ ഒരു അനുഗ്രഹമാണ്. ആൻഡ് യു കനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. നിന്റെ ജീവിതത്തിലൂടെ നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക് കടന്നു വരേണ്ട നന്മകള് നിന്റെ ജീവിതത്തിലൂടെ തന്നെ കടന്നു വരണം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവണം. പാപത്തിന് കൂട്ടു നിൽക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. തെറ്റ് ചെയ്യാൻ എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ജീവിതത്തിൻ്റെ ബലഹീനതകളെ, പോരായ്മകളെ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് കണ്ടെത്താനും സഹാനുഭൂതിയോടെ ദൈവം തന്ന പ്രിയപ്പെട്ടവരോട് വർത്തിക്കാനും, നിന്റെ ദൈവം എങ്ങനെയാണോ നിന്നെ കൊണ്ട് നടക്കണത് അതുപോലെ നിന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് നടക്കാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.